ദാരിദ്ര്യത്തിനും പട്ടിണിക്കുമിടയിൽ അഴുക്ക് നിറഞ്ഞ ചേരിയിൽ പന്ത് തട്ടി വളർന്ന പയ്യനെ അന്നവർ വിളിച്ച പേര് ഗോൾഡൻ ബോയ്. പന്തുപോലെ ഉരുണ്ടു കുറിയ മനുഷ്യൻ 16-ാം വയസ്സിൽ ബൊക്ക ജൂനിയേഴ്സിനും അർജന്റീനക്കും വേണ്ടി ബൂട്ട് കെട്ടുന്നുണ്ട്. വിവാദങ്ങൾ കൂടപ്പിറപ്പിനെ പോലെ വിടാതെ പിന്തുടർന്ന അയാൾ ബാഴ്സലോണയിലേക്ക് കൂടുമാറിയപ്പോൾ അന്ന് റയൽ ആരാധകർ തങ്ങളുടെ ഒരു റൈവൽ താരത്തിന് എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചിട്ടുണ്ടെങ്കിൽ അത് അയാൾക്ക് വേണ്ടി മാത്രമായിരുന്നു. ബിൽബാവക്കെതിരെ കോപ്പ ഡെൽ റേ ഫൈനലിൽ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ തെരുവിന്റെ മടിത്തട്ടിൽ വളർന്ന ആ മനുഷ്യൻ സ്ട്രീറ്റ് ഫൈറ്റിൽ എന്ന പോലെ പ്രൊഫഷണലിസം മറക്കുന്നുണ്ട്. അത് അയാളെ കൊണ്ടെത്തിച്ചത് നാപ്പോളിയിലാണ്. എന്നാൽ അതൊരു നിയോഗമായിരുന്നു. 86-ൽ അർജന്റീന വേൾഡ് കപ്പ് നേടുമ്പോൾ ക്വാർട്ടറിൽ ഇംഗ്ലണ്ടിനെതിരെ ദൈവത്തിന്റെ കൈയെന്ന വിവാദ ഗോളും പിന്നാലെ സർവരെയും ഡ്രിബിൾ ചെയ്ത് നേടിയ ഗോൾ ഓഫ് സെഞ്ചുറിയും നേടുമ്പോൾ അയാളിൽ തന്നെ അടങ്ങിയിട്ടുള്ള രണ്ട് ദ്വന്ദ്ങ്ങളെ, കോൺട്രഡിക്ഷനെ അത് കാണിക്കുന്നുണ്ട്. നാപ്പോളിക്കാർക്ക് അയാൾ പ്രവാചകനും രക്ഷകനും ദൈവവും എല്ലാമായിരുന്നു.